നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബിജെപിയുടെ ആദ്യ കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരും എന്നുള്ളതാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇതിൽ പ്രധാനമായും അറിയാനുള്ളത് പാർലമെന്ററി പാർട്ടി നേതാവാകാൻ സാധ്യത രാജീവ് ചന്ദ്രശേഖറിനാണ്. പക്ഷെ അതേസമയം തന്നെ 2 പദവി ഒരാൾക്ക് കഴിയില്ല എന്ന വാദം വി മുരളീധര പക്ഷം ഉയർത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സാധ്യത രാജീവ് ചന്ദ്രശേഖറിന് തന്നെയെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യതയാണോ? ഒപ്പം തന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചർച്ചയാവുക? ഗുഡ് മോർണിംഗ്. ചരിത്ര നേട്ടത്തിന് ശേഷമാണ് ബി.ജെ.പി ഇത്തവണ കോർ കമ്മിറ്റി നടത്തുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഒരുപക്ഷേ കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പിക്ക് 3 MLA-മാരുണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർ 12 MLA-മാരെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പിന്നീട് അത് നേമത്ത് മാത്രമായി ചുരുങ്ങിയിരുന്നു. ഏറ്റവും ഒടുവിൽ കഴക്കൂട്ടവും ചാത്തന്നൂരും കൂടി അങ്ങനെ 3 MLA-മാരെത്തുന്നു. പക്ഷേ വോട്ട് ഷെയറിൽ ചെറിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. 2021 കമ്പയർ ചെയ്യുമ്പോൾ 12.5% വോട്ടാണ് 2021 ഉണ്ടായിരുന്നത് ബി.ജെ.പിക്ക്. എന്നാൽ ഇത്തവണ അത് 11.45 എത്തും. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ എന്താണ്? ഈ വോട്ട് ഷെയർ കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? ഒപ്പം ന്യൂനപക്ഷങ്ങൾ അകന്നു, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് ബി.ജെ.പിയിൽ നിന്ന് അകന്നത്? തൃശ്ശൂരടക്കം നമ്മളത് പ്രതിഫലനം കണ്ടതാണ്. അക്കാര്യങ്ങളൊക്കെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം ഈ ബി.ജെ.പിക്ക് അകത്ത് ചില പ്രശ്നങ്ങളൊക്കെ നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റതിന് പിന്നാലെ ഉണ്ടായിരുന്നു. ചില പ്രധാനപ്പെട്ട നേതാക്കളെ അദ്ദേഹം ഒഴിവാക്കുന്നു, തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പ്രതിരോധിക്കാനാകും. കാരണം 3 MLA-മാരുടെ നേട്ടം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ നേട്ടം പറഞ്ഞ അദ്ദേഹത്തിന് അത് പ്രതിരോധിക്കാം. ഒപ്പം നിയമസഭാ കക്ഷി നേതാവ് ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഇന്ന് ബി.ജെ.പി കോർ കമ്മിറ്റി യോഗം കണ്ടെത്തും. അത് സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖറിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ എതിർവിഭാഗം വി മുരളീധരൻ വിഭാഗം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് 2 പദവികൾ. ഒന്ന്, അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഒപ്പം ഇനി നിയമസഭാ MLA ആണ്, നിയമസഭാ കക്ഷി നേതാവ് കൂടി ആകേണ്ടതില്ല എന്നൊരു മറുവാദമാണ് വി മുരളീധരൻ പക്ഷം ഉയർത്തുന്നത്. അതുകൊണ്ട് വി മുരളീധരനെ നിയമസഭാ കക്ഷി നേതാവാക്കി തെരഞ്ഞെടുക്കണമെന്ന ആവശ്യം അവരും ഉയർത്തുന്നുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള പിന്തുണ ഈ കോർ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ച് നിലവിൽ ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനം മുഴുവൻ ഏറെക്കുറെ രാജീവ് ചന്ദ്രശേഖറിനൊപ്പമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. പല നേതാക്കളും, 1-2 ആളുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ പല നേതാക്കളും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ആദ്യം എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹത്തൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് തന്നെയായിരിക്കും പിന്തുണ. അതിൽ ഒരു തീരുമാനം ഇന്ന് നിയമസഭാ കക്ഷി നേതാവ് ആരെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഒപ്പം ഈ വോട്ട് ചോർച്ചയുടെ കാര്യത്തിലും വിശദമായ ചർച്ച ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പല മുതിർന്ന നേതാക്കൾക്കും തിരിച്ചടിയേറ്റിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും പ്രതീക്ഷിച്ചത്ര പെർഫോമൻസ് ഉണ്ടായിട്ടില്ല. അക്കാര്യങ്ങളൊക്കെ ഇന്ന് കോർ കമ്മിറ്റിയിൽ ചർച്ചയ്ക്കെത്തും. പ്രവിത. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.